പന്തിഭോജനം. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓവർസിയറായി വിരമിക്കുന്ന കണ്ടംകോരേട്ടൻ്റെ യാത്രയപ്പാണ് ഇന്ന്. കണ്ടംകോരേട്ടനോടൊത്തുള്ള നീണ്ട നാളത്തെ ഓർമ്മകൾ പുതുക്കി ശങ്കരൻ നമ്പൂതിരി, ഗീതാ നായർ, ലക്ഷ്മിപിള്ള, ഉണ്ണികൃഷ്ണ മേനോൻ, പത്മനാഭക്കുറുപ്പ് ഓരോരുത്തരായി ചിറികോട്ടി അനുഭവങ്ങൾ പങ്കിട്ടു. മുറിയടിച്ചു വാരണ കോത, തൂപ്പുവെട്ടണ വേലു, പോസ്റ്റിടാൻ കുഴികുത്തണ കറുപ്പൻ, ഇവരെന്തോ നാണത്തിൻ്റെ അപകർഷതയാൽ ഒതുങ്ങി നിന്നതേയുള്ളൂ. കണ്ടംകോരേട്ടൻ്റെ യാത്രയപ്പിന് നൽകിയ ഉച്ചയൂണിന് എല്ലാവരും ഒന്നിച്ച് ഒറ്റ പന്തിയിലാണ് ഉണ്ണാനിരുന്നത്. പന്തിഭോജനത്തിന് ശേഷം എല്ലാവരും പിരിയെ നീണ്ട നാളത്തെ ഓർമ്മകൾ പങ്കിട്ടവർ വിളിച്ചു പറഞ്ഞു, കോതേ, അയാളിരുന്ന കസേര ഒന്ന് കഴുകിയിട്ടേര്. എത്ര കാലമായതാ അയാളിങ്ങനെ ഇരുന്നിരുന്ന് അത് കറുത്തു പോയിരിക്കുന്നു എന്നാണ് കവിത. ദളിതരായ ചില മനുഷ്യർ ഇരുന്നാൽ കറുത്തു പോകുന്ന കസേരകളുണ്ടെന്നും കറുപ്പ് വല്ലാത്തൊരു സംഘർഷ നിറമാണെന്നും ഇപ്പോഴും ഉള്ളാൽ വഹിക്കുന്ന കുറേ മനുഷ്യർ ഈ ആധുനിക കേരളത്തിൻ്റെ സന്ദർഭത്തിലും ഉണ്ട് എന്നത് എത്രമേൽ ദയനീയമായ കാര്യമാണ്. പന്തിഭോജനം പുതുമനുഷ്യരെ മനുഷ്യരായി ഉയർത്തിയെടുക്കുന്നതിനുള്ള വലിയ പരിശ്രമങ്ങളിലൊന്നായിരുന്നു കേരളത്തിൻ്റേത്. പക്ഷേ ഇപ്പോഴും ജാതി ഒരു സംഘർഷസ്ഥാനമായി ഏറ്റവും സൂക്ഷ്മമായി കൊണ്ടു നടക്കുന്ന അനേകം മനുഷ്യർ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ജാതിയെ പ്രശ്നവൽക്കരിക്കേണ്ടതുണ്ട്. ജാതി എന്ന് പറയുന്ന ഒരു അനുഭവ ലോകത്തെ നാം നമ്മളിൽ തന്നെ ഒരർത്ഥത്തിൽ സൂക്ഷ്മമായി പാരായണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ജാതിയെ തിരസ്കരിക്കുന്ന ഒരു മതേതരമായ ഒരു കേരളമാണ് തീർച്ചയായും പുരോഗമനപരമായി ഏറ്റവും മുൻപോട്ട് പോകാൻ അഭികാമ്യമായ കേരളം. ആ നിലയിലേക്ക് നമ്മളുടെ ചിന്തകളെ നാം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നതാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് ജാതിയെ പ്രശ്നവൽക്കരിക്കുക എന്നത് ഒരർത്ഥത്തിൽ നാം മനുഷ്യനായി വിമോചിക്കപ്പെടുന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനമാണ്. കാരണം ജാതിയെ പല നിലയിൽ പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ് നവോത്ഥാനം സാധ്യമാകുന്നത്. അതിനുശേഷം ഒരു പൊതുകേരളം സാധ്യമാകുന്നത് ഈ ജാതിക്കെതിരെയുള്ള വ്യത്യസ്തമായ സമുദായങ്ങൾക്കിടയിലുണ്ടായിരുന്ന വലിയ സമരങ്ങളുടെ ഭാഗമാണ്. ആ നിലയിൽ ആ സമരമുന്നേറ്റങ്ങളെ ഈ പുതിയ കാലവും ആവശ്യപ്പെടുന്നുണ്ട് എന്നുകൂടി കവിതയുടെ അടിവരയായി ചേർത്ത് പറയട്ടെ. നന്ദി.